പത്തനംതിട്ട കണ്ണങ്കരയിലെ AK വെഡ്ഡിങ്സ് എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ രാവിലെ ഉടമയും തൊഴിലാളികളും എത്തിയപ്പോൾ കട താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. അത് കഴിഞ്ഞ് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ആ പൂട്ട് പൊളിച്ചാണ് അവർ അകത്ത് കയറിയത്. എന്താണ് സംഭവിച്ചത്? ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഓണത്തിന്റെ പർച്ചേസുമായിട്ട് നമ്മൾ പുറത്തായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് 3-4 പേര് വന്നെന്തോ ഇവരുടെ അടുത്തൊക്കെ നാളെ രാവിലെ പൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം അത് നമ്മൾ കാര്യമാക്കി എടുത്തില്ല. കാര്യം നമ്മൾ റെന്റ് കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആകെപ്പാടെ എഴുതാനുള്ള എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് എഴുതാൻ വേണ്ടി ഞാൻ പുള്ളിയെടുത്ത് വിളിച്ച് പറഞ്ഞ് എനിക്ക് എഗ്രിമെന്റ് എഴുതിയാലേ എനിക്ക് ലൈസൻസും പുതുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുള്ളിയെടുത്ത് വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി എഗ്രിമെന്റ് എഴുതാൻ ദുബൈയിലാണ്. പുള്ളി വന്നാലേ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പം നമ്മൾ അതിനുള്ള ഇന്നലെ രാത്രി അപ്പം മകൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന മറ്റു പുള്ളിയെന്ന് പറഞ്ഞ പുള്ളി നാട്ടിൽ പോയിരുന്നു 2 ദിവസത്തേക്ക്. അപ്പം മകൻ ഉണ്ടായിരുന്നു. മകൻ ആകെപ്പാട് വരണ്ട് അവൻ ഒരു ബ്ലിങ്കായി നിൽക്കുന്ന അവസ്ഥയിൽ അത്രയും ആ ഒരു രീതിയിൽ അവർ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയെന്നാണ് അറിയാം. സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പറയും നാളെ നിങ്ങൾ വരണ്ട, വന്നു കഴിഞ്ഞാൽ പൂട്ടും എന്ന് പറഞ്ഞിട്ടൊക്കെ അത്രയും ഇതായിട്ടാണ് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ. ഇതിപ്പോൾ രാത്രിയിലാണ് ഇങ്ങനെ പൂട്ടിയതല്ലേ? ഇന്ന് രാവിലെ കറക്റ്റ് ഞങ്ങൾ 9 മണിക്ക് 8:59 തുറന്നിരിക്കും. തുറക്കാൻ വന്നപ്പോഴത്തേക്ക് പുള്ളി വന്നപ്പോഴത്തേക്ക് 2 ലോക്ക് ഇട്ടേക്കുന്നത്. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ കൊല്ലത്തായിരുന്നു. ഞാൻ കൊല്ലത്ത് നിന്ന് ഓടി വന്നതാണ്. അപ്പം നമ്മുടെ സമിതിയിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും നമ്മൾ അറിയിപ്പിക്കുക. അവരെല്ലാം വരുന്ന നമ്മൾ സപ്പോർട്ടായിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ താഴ്ട്ട് പൂട്ടിയത് എന്തുകൊണ്ടാണ്? എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ മാസത്തെ വാടക വരെ പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ 50,000 രൂപയിൽ 5,000 TDS അടച്ചിട്ട് ബാക്കി 45,000 രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ തെളിവ് എന്റെ മൊബൈലിൽ കിടന്നു. പുള്ളിയുടെ ഇട്ട് കൊടുത്തായിട്ട് എന്റെ കംപ്ലീറ്റ് ഉണ്ട്. ഈ പണിയെ വന്നപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാനാ, അത് ഞങ്ങൾ കോടിക്കണക്ക് മുടക്കി 2 കോടി രൂപ 3 കോടി ഇന്നലെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയെന്നൊക്കെ പറഞ്ഞ് 2 കോടി രൂപ 3 മുടക്കി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ വാടക പെൻഡിങ് ഇല്ല. പുള്ളി 6 മാസം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാനായിട്ട് പറഞ്ഞല്ല, നമ്മളെ ഫ്രണ്ട്സുകളെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്ക്, നമുക്കൊരു പറച്ചിലല്ലേ, നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാണ്. ഈ 2 സൈഡ് കാര്യം എന്ന് പറഞ്ഞാൽ ആ സൈഡും ബ്ലോക്ക് ഈ സൈഡും ബ്ലോക്കാണ്. ഞങ്ങളൊരു 3-4 കടക്കാരാ ഇതിനകത്ത് പെട്ടുപോയത്. അവിടെയും പോലീസുകാരെ അങ്ങോട്ട് തിരിച്ചു വിട്ട് ഇവിടെയും ബ്ലോക്ക് എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ഒരു ടെൻഷനെ ഞങ്ങൾ. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ചിലവ് ചുരുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. എന്നിട്ടും പുള്ളിക്ക് കറക്റ്റ് മന്ത്ലി ഞാൻ എൻ്റെ സ്റ്റാഫ് വെക്കും, എനിക്ക് പുള്ളി ഞാൻ എല്ലാവർക്കും കറക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റാഫിന് എൻ്റെ ബിൽഡിങ്ങിലാണ് ഞാൻ കറണ്ട് ബില്ലും TDS കറക്റ്റ് സർക്കാരിന് അടക്കാനുള്ള GST വരാൻ ഞാൻ കറക്റ്റ് ടൈമിന് അടച്ച്. ഈ മാസം എനിക്ക് സെയിലില്ല, ഇൻപുട്ടില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചിട്ടാണ് ഞാൻ GST അടച്ചിട്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ വസ്ത്ര വ്യാപാരികൾ പോകുന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പലരും കരിക്കിനടുത്ത് പൂട്ടി അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പിടിച്ചേക്കാനാണ് നോക്കുന്നത്. കാര്യം നമ്മുടെ ജീവിത പ്രശ്നമാണ്. ഇതിന്റെ പേരിൽ ഞാൻ കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട് ആ ബാങ്കിലിരിക്കുക. ഇതിൻ്റെ എടുത്തതാണ്. ഞാൻ ഇവിടെ വന്ന് 2-ാം മാസം വന്നു. 3-ാം മാസം ആയപ്പോൾ ലോൺ വെച്ചിട്ടാണ് ഇതിന്റെ കടങ്ങളെല്ലാം വീട്ടിയത്. അപ്പോൾ ആ ലോണിന്റെ എനിക്കിപ്പോൾ ഇത് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോൺ അടക്കണ്ടേ? ഇന്നത്തെ നാളെ എനിക്ക് ഒരു ചെക്ക് കിടപ്പുണ്ട്. നാളെ ബൗൺസായ ബാങ്കുകാരും കട്ടാവും, എൻ്റെ ഇത് സിബിൽ സ്കോർ പോവും, എൻ്റെ കംപ്ലീറ്റ് പോവും. അപ്പോൾ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ആരായാലും അതൊരു മോശമായ പരിപാടിയാണ്. കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ മക്കളെ വളർത്താനാണ്. ഞാൻ ഗൾഫിലെ പ്രവാസിയായിരുന്നു. ഞാൻ 23 കൊല്ലം സൗദി അറേബ്യ. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മളെ നാടിന്റെ അവസ്ഥയാണത്. ഞാൻ 23 കൊല്ലം സൗദിയിലെ വ്യാപാരിയായിരുന്നു. ഞാൻ കാട്ടിലെ ബന്ധുക്കളുമായിട്ട് അത് ഇതും എല്ലാം ടൗണിലെല്ലാം ബിസിനസ് ചെയ്ത ആളാണ്. ആ പൈസ എല്ലാം കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് 5-6 കോടി രൂപ കേരളത്തിൽ കളഞ്ഞിട്ടിരിക്കുക. അപ്പം നമ്മൾ പറയുന്ന നമ്മുടെ സമയദോഷം ഉണ്ടായത്. നമ്മൾ അവിടെ നിന്നൊക്കെ സമ്പാദിച്ചു, ഇവിടെ നിന്ന് വ്യവസായം ചെയ്തപ്പോൾ ഇങ്ങനെ ആവുന്നു. കേരളത്തിന്റെ പ്രതിസന്ധികളായിരിക്കും എന്ന് വരെ നമ്മൾ വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ കാര്യം ഇന്ന് രക്ഷപ്പെടും നാളെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇങ്ങനെ ചെയ്തത് വെറും മോശമായി പോയി. കാര്യം എനിക്ക് നാളെ ബാങ്കുകാർ അടച്ചില്ലെങ്കിൽ അവർ പ്രശ്നമാണ്. കൊടുക്കാനുള്ള തുണിയെടുത്ത് അവർക്ക് കാശ് കൊടുക്കാനുള്ള അവർ വന്നിട്ട് എൻ്റെ ഇമേജ് ഇപ്പം തകർന്നു. കാര്യം ഈ ഒരു സാധനം ചെല്ലുമ്പോൾ തന്നെ AK വെഡ്ഡിങ്സിനെ പറ്റി എങ്ങനെ ആൾക്കാർ വിചാരിക്കും എന്നുള്ളതും ഇനി എനിക്ക് വേറൊരു സ്ഥാപനം എടുക്കണമെങ്കിൽ തന്നെയും ചിന്തിക്കേണ്ടിയിരിക്കുക. എനിക്കിനി ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കൊല്ലത്ത് ഡ്രസ് ലാൻഡ് എന്ന് പറയുക 6 കൊല്ലം ഉണ്ടായിരുന്നു. ആ കട റെന്റ് കൂടി അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് അവിടെ നോക്കിയത്. ഇതെടുത്ത് ഞാൻ ചെയ്തു. ആ 6 കൊല്ലവും ഞാൻ 1 രൂപ പെൻഡിങ്ങിലായിരുന്നു. അപ്പം ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ വ്യാപാരി സമിതിയാണ് ബന്ധപ്പെട്ടത് അല്ലേ? അവർ വന്നിട്ട് ഇദ്ദേഹം ഇന്നലെ മാനസികമായിട്ട് വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. കാരണം സംഘടനയെ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കട പൂട്ടി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം. എനിക്ക് തോന്നുന്നു ഒരു വെളുപ്പിലെ ഒരു 2-3 മണി ആയപ്പോഴത്തേക്ക് വിളിക്കുന്നു. ആ സമയത്താണ് നമ്മൾ വിളിച്ചുണർത്തുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിന് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട, നമുക്കതിന് പരിഹാരം കാണാം. എന്നിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുമായിട്ട് സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഞങ്ങളുടെ വ്യാപാരി സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബിജു വർക്കിയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി റോഷൻ ജേക്കബുമായിട്ട് ബന്ധപ്പെടുകയും അതുപോലെ ഇവിടുത്തെ ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ മാക്കാറ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി,
ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയാൻ സാധിച്ചത് ഒരു 2 കോടി രൂപയ്ക്ക് മുകളിൽ ഓടി അക്കൗണ്ടുണ്ട്. 2 ലക്ഷം രൂപ മാസം പലിശ അടയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റെൻറ്റ് 80,000 രൂപ, സ്റ്റാഫിൻ്റെ ശമ്പളം, കറണ്ട് ചാർജ്, ഇതൊക്കെ അതിനുള്ള ഒരു റണ്ണിങ് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് ഓണം വരുന്നുണ്ട് 2 മാസം കൂടെ കഴിയുമ്പം, ആ ഓണത്തിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് കാശെടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീക്കാമെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം നിന്നത്. അപ്പം കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് ഓണർ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അദ്ദേഹം ദുബായിലാണ്, പക്ഷേ ഓതറൈസേഷൻ കൊടുത്തിട്ടില്ല. ഈ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ഒപ്പിടാൻ വേണ്ടി ഓതറൈസേഷൻ കൊടുത്തിട്ടില്ല. അദ്ദേഹം വന്നെങ്കിൽ മാത്രമേ ഇത് ലൈസൻസ് പുതുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് GSTയുടെ പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ മറ്റ് പർച്ചേസിങ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ മാനസിക അതിൻ്റെ തെളിവും കാര്യങ്ങളും ഇവർ വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ മാസം വരെയുള്ള വാടകയും കൊടുത്തിട്ട് കുടിശ്ശിക ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രശ്നം ഈ പാലം പണി തീരുന്നിടം വരെ 50,000 രൂപയ്ക്ക് ഇത് റൺ ചെയ്തോളാൻ പറഞ്ഞതാണ്. അത് അദ്ദേഹമാണ് ഇതിനെ ഇപ്പം നിയമം ലംഘിച്ച് ഇങ്ങനെയുള്ള ഒരു സാഹസികതയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സംഘടന തീർച്ചയായിട്ടും ഇത് ഈ വ്യാപാരിയോടൊപ്പം ഉണ്ടാവും. ഏത് പ്രതിസന്ധിയിലും വ്യാപാരി സമിതി ഇദ്ദേഹത്തിനോടൊപ്പം, അതുപോലെ തന്നെ വ്യാപാരി KTG ടെക്സ്റ്റൈൽ അസോസിയേഷനും ഇതിനോടൊപ്പം തന്നെയുണ്ട്. അവരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഏതറ്റം വരെയും ഞങ്ങൾ ഇത് സമരമുഖത്തിൽ തന്നെ കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിപ്പം ഈ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ രാവിലെ ഈ കട തുറന്നു കൊടുത്തത്. എന്തായിരുന്നു ആ ഒരു ഞങ്ങൾ കൃത്യമായിട്ട് ഇദ്ദേഹം 7-8 വ്യാപാരി ജോലിക്കാർക്ക് ശമ്പളം നൽകിക്കൊണ്ട് ഒരു വ്യാപാരം നടത്തി പോവുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ വന്ന്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റാരെങ്കിലും വന്ന് സ്ഥാപനം കൂട്ടിയിട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും ഒരു വ്യാപാര സംഘടനയ്ക്കോ വ്യാപാരികൾക്കോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്നാൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും വ്യാപാരിക്ക് സുഗമമായ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാനുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഞങ്ങളെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനാണ് ഇതുപോലുള്ള മുതലാളിമാർ ശ്രമിക്കുന്നെങ്കിൽ ഞങ്ങൾ വ്യാപാരികളെ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യും. പറഞ്ഞു ഇതിപ്പോ ഈ കേസിൽ ഇപ്പൊ എന്തെങ്കിലും പരാതിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? നമുക്ക് വെള്ളം പോലും ഇല്ല. ഇവിടുത്തെ സ്റ്റാഫുകൾ വെള്ളം ബ്ലോക്ക് ചെയ്തേക്കാം. നമുക്ക് വെള്ളമില്ല, എന്താന്ന് നമുക്കറിയത്തില്ല. ഈ KSFബിലെ കണക്ട് കൊടുത്തിട്ടേക്കാ. അവർ മോട്ടർ ഇട്ടാലും ഞങ്ങൾക്ക് ഞായറാഴ്ച, അവർ ശനിയാഴ്ച അടച്ചിടുമ്പോഴേ ഞങ്ങൾ ഈ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പരമാവധി ഇവർ വീട്ടിൽ നിന്ന് വെള്ളം കുപ്പിക്കാത്തോണ്ടാണ് ഇപ്പം ടോയ്ലറ്റിൽ പോകണം ഞായറാഴ്ച. അപ്പൊ അവർക്ക് ആ ലേഡീസിന് അതിന് നമ്മൾ അതൊന്നും പറഞ്ഞിട്ടില്ല. അവരടുത്ത് പറഞ്ഞിട്ടേ ഇല്ല ഈ കാര്യങ്ങളൊന്നും. കാര്യം നമ്മൾ ഇപ്പം നമ്മളത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു വെള്ളം പോലും അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാ. കച്ചവടമില്ലാത്ത അടക്കം നിരവധി പ്രതിസന്ധികളിലൂടെ വ്യാപാരികൾ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ബിൽഡിംഗ് ഉടമ അടക്കം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നത്. അതിനെതിരെ എന്തായാലും ശക്തമായി സംഘടനയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകും. അത്തരത്തിലാണ് അവർ പ്രതികരിക്കുന്നതും. ക്യാമറമാൻ രതീഷ് മൺവിച്ചലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.